Respected Principal, Honorable Vice Principal, my dear teachers and my dear friends, a warm good morning to all. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പാൾ, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം നേരുന്നു. Today we are going to make a speech on books. പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. Let me begin with a simple definition. ലളിതമായ നിർവചനത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. Books are storehouses of knowledge. പുസ്തകങ്ങൾ ജ്ഞാനത്തിൻ്റെ കലവറകളാണ്. Books guide us, they lead us along the path of knowledge. പുസ്തകങ്ങൾ നമ്മെ അറിവിൻ്റെ നേരായ പാതയിലേക്ക് നയിക്കുന്നു. Though the facilities in the internet revolutionized the concept of knowledge, books still play a vital role in the field of education. ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ വൈജ്ഞാനത്തിന്റെ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നെങ്കിലും പുസ്തകങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഒരു നിർണായകമായ പങ്കുണ്ട്. What did the great philosopher Francis Bacon say? പുസ്തകങ്ങളെക്കുറിച്ച് പ്രശസ്ത ചിന്തകനായ ഫ്രാൻസിസ് ബേക്കൺ എന്താണ് പറഞ്ഞത്? Some books to be tasted, others to be chewed, some to be digested. ചില പുസ്തകങ്ങൾ രുചിക്കാനുള്ളതാണ്, ചില പുസ്തകങ്ങൾ ചവക്കപ്പെടാനുള്ളതാണ്, എന്നാൽ ചില പുസ്തകങ്ങൾ ദഹിപ്പിക്കേണ്ടതുമാണ്. Books make our life meaningful. പുസ്തകങ്ങൾ നമ്മുടെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കുന്നു. Books make we can succeed only with the help of books. പുസ്തകത്തിൻ്റെ സഹായത്തോട് മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. Let me stop my speech with a slogan. എൻ്റെ പ്രസംഗം ഒരു മുദ്രാവാക്യം കൊണ്ട് എന്നെ അവസാനിപ്പിക്കാൻ എന്നെ അനുവദിക്കൂ. Books are our best friends. Thank you very much. ഏറ്റവും വലിയ ഫ്രണ്ട്സ് പുസ്തകമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Okay.